പോയിട്ടുണ്ടോന്നോ? അതൊക്കെ ഒരു കാലം. എന്താ പറയാ, 10ാം ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ബെഞ്ച് സ്റ്റുഡന്റ് ആയിരുന്നു. റിസൾട്ട് വന്നപ്പോ 6 AO D+. ബാക്കി സബ്ജക്ട് ഉണ്ടോ, പക്ഷെ പാസ്സായല്ലോ. 10ാം ക്ലാസ് എന്ന് വെച്ചാൽ എന്താ, ജീവിതത്തിലെ ആദ്യത്തെ കടമ്പയാ. അത് ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. +2 എത്ര സബ്ജക്ട് ആയിരുന്നു പൊട്ടിയത്? 2 സബ്ജക്ട്. അതിലൊന്ന് ബയോളജി ആയിരുന്നു. ബോട്ടണി കിട്ടുമ്പോ സോളജി പോകും, സോളജി കിട്ടുമ്പോ ബോട്ടണി പോകും. അങ്ങനായിരുന്നു. എഴുതി പൊട്ടി. അടുത്ത കൊല്ലത്തിന് വേണ്ടി കാത്തിരുന്നു. പരീക്ഷ എഴുതി, വീണ്ടും പൊട്ടി. അതിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഞാൻ എഴുതി പാസ്സായി. ജീവിതത്തിലെ 2ാമത്തെ കടമ്പയും ഞാൻ ചാടിക്കടന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായി കേരളത്തിലേക്ക്, കോളേജിലേക്ക്. സബ്ജക്ട് കമ്പ്യൂട്ടർ സയൻസ്. അത്ര വരെ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ പൂക്കൾ വരച്ച് കളർ കൊടുക്കുന്നതും വെൽക്കം എഴുതിയിട്ട് ഇങ്ങനെ പോകുന്നതും ഒക്കെ ആയിരുന്നു എന്റെ മൈൻഡിൽ. അതിന്റെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വശമായിരിക്കും കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കാനുണ്ടാവുക എന്നായിരുന്നു സയൻസ് വിദ്യാർത്ഥിയായ ഞാൻ കരുതിയത്. ഓൾറെഡി പരീക്ഷ എഴുതി പാസ്സായത് കൊണ്ട് തന്നെ അവിടെ പഠിത്തമൊക്കെ തുടങ്ങി. കപ്പൽ കിട്ടാനും ഇച്ചിരി ലേറ്റ് ആയി. എങ്ങനെയൊക്കെ പോയി കൊയിലാണ്ടി എത്തി. അപ്പോഴേക്കും ആദ്യത്തെ സെമസ്റ്ററിന്റെ പകുതിയായി. അഡ്മിഷന്റെ റൂം, പ്രിൻസിപ്പൽ സാർ, ഫിസിക്സ് ലെക്ചറർ. എന്റെ മാർക്ക് ലിസ്റ്റ് അതീവ ഭവ്യതയോടെ ഞാൻ അവർക്ക് മുമ്പിൽ സമർപ്പിച്ചു. ഇത്രയും മാർക്ക് ഷീറ്റുകളുള്ള ഒരു വിദ്യാർത്ഥി ആ കോളേജിൽ ഇതിനു മുമ്പ് പഠിച്ചു കാണില്ല. ആദ്യത്തെ കൊല്ലം പാസ്സായതിന്റെ, 2ാമത്തെ കൊല്ലം പാസ്സായതിന്റെ, 3ാമത്തെ പരീക്ഷയ്ക്ക് പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റുകൾ നിരവധിയായിരുന്നു. അത് കണ്ടിട്ട് പ്രിൻസിപ്പലിനെ